കുത്താനം ഗജമേള സമാരംഭിക്കുകയാണ്. ആനച്ചമയങ്ങളില്ലാതെ സഖ്യപുത്രന്മാർ അണിനിരക്കുന്ന ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഗജരാജ സംഘം എത്തിയ ഉത്സവപ്പറമ്പുകളിലും പൂരപ്പറമ്പുകളിലുമൊക്കെ ആസ്വാദക ലക്ഷങ്ങളുടെ ആവേശം വാനോളം ഉയർത്തിയ ഗജരാജാക്കന്മാർ ഓരോന്നായി നമ്മുടെ ഗജമേള നടക്കുന്ന സ്ഥലത്തേക്ക്, ക്ഷേത്രത്തിന്റെ തെക്കേ മൈതാനത്തേക്ക് കടന്നു വരികയാണ്. 2026 തിരുവുത്സവത്തിന്റെ ഗജരാജസംഗമത്തിൽ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും വലിയ ഗജരാജ സംഗമത്തിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് മുണ്ടയ്ക്കൽ ശിവനന്ദൻ. പൊന്നിളങ്കാവിൽ അമ്മയുടെ തങ്കത്തിടം വേറ്റിയ മുണ്ടയ്ക്കൽ ശിവനന്ദൻ 2026 ഇത്തിത്താനം ഗജമേളയിലേക്ക് ഇളങ്കാവ് ദേവസ്വം അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്ന ഗജരാജൻ തൊടുപുഴ മുണ്ടയ്ക്കൽ ശിവനന്ദൻ. തൊടുപുഴ മുണ്ടയ്ക്കൽ രാജേഷിന്റെ ഉടമസ്ഥതയിലുള്ള മുണ്ടയ്ക്കൽ ശിവനന്ദൻ. രണ്ടാമതായി കടന്നു വരുന്നത് അരുണിമ പാർത്ഥസാരഥി. മയ്യനാട് രാജുവിന്റെ ഉടമസ്ഥതയിലുള്ള അരുണിമ പാർത്ഥസാരഥി. കൊല്ലം ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് ഇളങ്കാവിൽ അമ്മയുടെ തിരുമുറ്റത്തേക്ക് കടന്നു വരുന്ന അരുണിമ പാർത്ഥസാരഥിയാണ് ഇപ്പോൾ ആസ്വാദകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഗജമേള നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നത്. 2026 ഇത്തിത്താനം ഗജമേളയിലേക്ക് കടന്നു വരുന്നു. ചെമ്പുചിറ യുവജന സമാജത്തിന്റെ കുംഭകോണ ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചുകൊണ്ടെത്തിയ ഗജരാജൻ വേണാട്ടുമറ്റം ഗോപാലൻകുട്ടി. പാല വേണാട്ടുമറ്റം ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള വേണാട്ടുമറ്റം ഗോപാലൻകുട്ടി. ഷിബു കൈപിടിച്ച് നടത്തുന്ന വേണാട്ടുമറ്റം ഗോപാലൻകുട്ടി എന്ന ഗജരാജൻ ഇതാ ആസ്വാദകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇത്തിത്താനം ഗജമേളയുടെ ഭാഗമാവുകയാണ്. 2026 ഇത്തിത്താനം ഗജമേളയിൽ ചെമ്പുചിറ യുവജന സമാജം അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്ന ഗജരാജൻ വേണാട്ടുമറ്റം ഗോപാലൻകുട്ടിയാണിപ്പോൾ ആയിരങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇത്തിത്താനം ഗജമേളയുടെ ഭാഗമായി മുട്ടുചിറ ദേവീവിലാസം ഭജന സമിതിയുടെ കുംഭകോണ ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചുകൊണ്ടെത്തിയ ഗജരാജൻ ചിറക്കൽ ശബരിനാഥ് തൃശൂർ ചിറക്കൽ ചിറ്റിലപ്പള്ളി ശ്രീധരന്റെ ഉടമസ്ഥതയിലുള്ള ചിറക്കൽ ശബരിനാഥ് ഇതാദ്യമായി ഇത്തിത്താന ഗജമേളയുടെ ഭാഗമാവുകയാണ്. ചിറക്കൽ ശബരിനാഥ് ഇത്തിത്താനങ്കാരുടെ പ്രിയപ്പെട്ട ചാലച്ചിറ രാജീവ് കൈപിടിച്ച് നടത്തുന്ന ചിറക്കൽ ശബരിനാഥ് ആസ്വാദക വൃന്ദത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഗജമേളയിലേക്ക് കടന്നു വരുന്നു. 2026 ഇത്തിത്താനം ഗജമേളയുടെ ഭാഗമായിക്കൊണ്ട് ഗജരാജൻ തൃശൂർ ചിറക്കൽ ശബരിനാഥ് ചാലച്ചിറ രാജീവ് കൈപിടിച്ച് നടത്തുന്ന ചിറക്കൽ ശബരിനാഥാണ് 2026 ചാലച്ചിറ രാജീവും ഗോകുലും കൈപിടിച്ച് നടത്തുന്ന മുട്ടുചിറ ദേവി വിലാസം ഭജന സമിതിയുടെ കുംഭകോണ ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചുകൊണ്ടെത്തിയ തൃശൂർ ചിറക്കൽ ശബരിനാഥാണ് ഇപ്പോൾ ഗജമേളയിലേക്ക് കടന്നു വരുന്നത്. 2026 ഇത്തിത്താന ഗജമേളയുടെ ഭാഗമായി പൊൻപുഴ യുവജന സമാജത്തിന്റെ കൈപിടിച്ചുകൊണ്ട് ആമ്പാടി ബാലൻ 2026 ഇത്തിത്താന ഗജമേളയിലേക്ക് കടന്നു വരുന്നു. ആമ്പാടി ബാലൻ പൊൻപുഴ യുവജന സമാജത്തിന്റെ കുംഭകോണ ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചുകൊണ്ടെത്തിയ ആമ്പാടി ബാലനാണ് ഗജമേള നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത്. ആസ്വാദക വൃന്ദങ്ങൾ എന്നും ആവേശത്തിൽ ആറാടിക്കുന്ന കൊല്ലം പുത്തൻകുളം ആമ്പാടി ബാലൻ കാണികളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് 2026 ഇത്തിത്താന ഗജമേളയുടെ ഭാഗമായിക്കൊണ്ട് പൊൻപുഴ യുവജന സമാജത്തിന്റെ കൈപിടിച്ച് കടന്നു വരുന്ന കൊല്ലം പുത്തൻകുളം ആമ്പാടി രാജുവിന്റെ ഉടമസ്ഥതയിലുള്ള തളിക്കുളം നിശാന്ത് കൈപിടിച്ച് നടത്തുന്ന പൊൻപുഴ യുവജന സമാജത്തിന്റെ ആമ്പാടി ബാലൻ 2026 ഇത്തിത്താനം ഗജമേളയിൽ പൊൻപുഴ യുവജന സമാജം അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്ന ഗജരാജൻ ആമ്പാടി രാജൻ കൊല്ലം പുത്തൻകുളം ആമ്പാടി രാജുവിന്റെ ഉടമസ്ഥതയിൽ ഉള്ള തളിക്കുളം നിശാന്ത് വഴി നടത്തുന്ന ആമ്പാടി ബാലൻ കാണികളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഗജമേള നടക്കുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പട്ടാമ്പി ഗുരുവായൂരപ്പന്റെ പ്രിയപ്പെട്ട ഗജരാജൻ പട്ടാമ്പി മണികണ്ഠൻ ചാലച്ചിറ ശ്രീകൃഷ്ണ സേവാ സമിതിയുടെ കുംഭകോണ ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചെത്തിയ
പ്രസാദ് കൈപിടിച്ച് നടത്തുന്ന പട്ടാമ്പി മണികണ്ഠൻ 2026 ഇത്തിത്താനം ഗജമേളയിൽ ആസ്വാദക ശാസ്ത്രങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഗജമേള നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ് പട്ടാമ്പി മണികണ്ഠൻ. അടുത്തതായി കീഴൂട്ട വിശ്വനാഥൻ. ഇളങ്കാവിലമ്മയുടെ മൂലസ്ഥാനമായ അമ്പലക്കോട് യുവജന സമാജത്തിന്റെ കൈപിടിച്ചുകൊണ്ട് കടന്നു വന്ന ഗജരാജൻ കീഴൂട്ട വിശ്വനാഥൻ. മന്ത്രി ഗണേഷ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ ബിജു കൈപിടിച്ച് നടത്തുന്ന കീഴൂട്ട വിശ്വനാഥൻ അമ്പലക്കോട് യുവജന സമാജത്തിന്റെ കുംഭകുട ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചുകൊണ്ടെത്തിയ ഗജരാജൻ കീഴൂട്ട വിശ്വനാഥൻ ആസ്വാദക സഹസ്രങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് 2026 ഇത്തിത്താനം ഗജമേളയുടെ ഭാഗമാകുന്നു. കീഴൂട്ട വിശ്വനാഥൻ. അക്കരമേൽ മോഹനനാണ് ഇപ്പോൾ കാണികളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് 2026 ഇത്തിത്താനം ഗജമേളയുടെ ഭാഗമാകുന്നത്. ഗജരാജൻ അക്കരമേൽ മോഹൻ. ശ്രീഭദ്ര സേവാ സമിതിയുടെ കുംഭകുട ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചെത്തിയ കോന്നി നടരാജന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ വിപിൻ കൈപിടിച്ച് നടത്തുന്ന ചമ്മനത്തുകര വിപിൻ കൈപിടിച്ച് നടത്തുന്ന കോന്നി നടരാജന്റെ ഉടമസ്ഥതയിലുള്ള ചൈത്രം അച്ചു പലവട്ടം പൊന്നിളങ്കാവലമ്മയുടെ തങ്കത്തിനം വെക്കിയ ഗജരാജൻ ചൈത്രം അച്ചു ശ്രീഭദ്ര സേവാ സമിതിയുടെ കുംഭകുട ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി എത്തിയ ചൈത്രം അച്ചു ഇത് ആസ്വാദക സഹസ്രങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് 2026 ഇത്തിത്താനം ഗജമേളയുടെ ഭാഗമാവുകയാണ്. ഇനിയും ഈ ഗജമേളയിലേക്ക് കടന്നു വരുവാനുള്ളത് ഉഷശ്രീ ശങ്കരൻകുട്ടിയും പുതുപ്പള്ളി കേശവനുമാണ്. ഉഷശ്രീ ശങ്കരൻകുട്ടിയും പുതുപ്പള്ളി കേശവനും കോട്ടയത്തിന്റെ അഭിമാന താരങ്ങളായ 2 ഗജരാജാക്കന്മാർ. അക്ഷരനഗരിയായിട്ടുള്ള കോട്ടയത്തിന്റെ അഭിമാന താരങ്ങളായ ഉഷശ്രീ ശങ്കരൻകുട്ടിയും പുതുപ്പള്ളി കേശവനും. ചിറവമുട്ടം ശ്രീദേവി യുവജന സമാജത്തിന്റെ കൈപിടിച്ച് കടന്നു വരുന്ന ഗജരാജൻ ഉഷശ്രീ ശങ്കരൻകുട്ടി അകമ്പടിയായി എത്തി ചിറവമുട്ടത്തപ്പന്റെ തിരുസന്നിധിയിൽ നിന്നും ആരംഭിച്ച് പൊന്നിളങ്കാവിലമ്മയെ വണങ്ങിക്കൊണ്ട് ആസ്വാദക സഹസ്രങ്ങളുടെ ഹർഷാരവങ്ങളിലേക്ക് കടന്നു വരുന്ന ഉഷശ്രീ ശങ്കരൻകുട്ടി. അക്ഷരനഗരിയായിട്ടുള്ള കോട്ടയത്തിന്റെ അഭിമാന താരമായ ഉഷശ്രീ ശങ്കരൻകുട്ടി ഏറ്റുമാനൂരപ്പന്റെ മാനസപുത്രൻ ഉഷശ്രീ രവീന്ദ്രനാഥിന്റെ ഉടമസ്ഥതയിലുള്ള അരൂർ പ്രവീണ് കൈപിടിച്ച് നടത്തുന്ന ഉഷശ്രീ ശങ്കരൻകുട്ടി. ഉഷശ്രീ രവീന്ദ്രനാഥിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീദേവി യുവജന സമാജത്തിന്റെ കുംഭകുട ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചെത്തിയ കോട്ടയം ജില്ലയുടെ അഭിമാനതാരമായിട്ടുള്ള ഏറ്റുമാനൂരപ്പന്റെ മാനസപുത്രൻ ഉഷശ്രീ ശങ്കരൻകുട്ടി ആസ്വാദക സഹസ്രങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് 2026 ഇത്തിത്താനം ഗജമേളയുടെ ഭാഗമാവുകയാണ്. അടുത്തതായി കടന്നു വരുന്നത് പുതുപ്പള്ളി കേശവൻ. അക്ഷരനഗരിയായിട്ടുള്ള കോട്ടയത്തിന്റെ മറ്റൊരു അഭിമാന താരം പുതുപ്പള്ളി കേശവൻ. ഗജരാജൻ പുതുപ്പള്ളി കേശവൻ ശ്രീ മഹാദേവി കാവടി സംഘത്തിന്റെ കാവടി ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചുകൊണ്ടെത്തിയ ഗജരാജൻ പുതുപ്പള്ളി കേശവൻ പലവട്ടം ഇത്തിത്താനം ഗജമേളയിൽ പങ്കെടുക്കുകയും പൊന്നിളങ്കാവലമ്മയുടെ തങ്കത്തിനം വെച്ചിയ ഗജരാജൻ പുതുപ്പള്ളി കേശവൻ കോട്ടയം ജില്ലയുടെ അഭിമാന താരമായിട്ടുള്ള ഗജരാജൻ പുതുപ്പള്ളി കേശവൻ ഇളങ്കാവിലമ്മയെ ഉണങ്ങിയ ആസ്വാദകരുടെ ഹർഷാരവങ്ങളിലേക്ക് കടന്നു വരുന്ന ഗജരാജൻ പുതുപ്പള്ളി കേശവൻ ആസ്വാദക സഹസ്രങ്ങളുടെ ഹർഷാരവങ്ങളിലേക്ക് കടന്നു വരുന്നു. ശ്രീ മഹാദേവി കാവടി സംഘത്തിന്റെ കൈപിടിച്ച് കടന്നു വരുന്ന ഗജരാജൻ പുതുപ്പള്ളി കേശവൻ പുതുപ്പള്ളി പാപ്പാലപ്പണവിൽ പോത്തൻ വർഗീസിന്റെ ഉടമസ്ഥതയിൽ കുന്നന്താനം മനോജ് കൈപിടിച്ച് നടത്തുന്ന പുതുപ്പള്ളി കേശവൻ എന്ന ഗജരാജൻ 2026 ഇത്തിത്താനം ഗജമേളയുടെ ഭാഗമാകുന്നു. പുതുപ്പള്ളി കേശവൻ കൂടി എത്തുമ്പോൾ 2026 ഇത്തിത്താനം ഗജമേളയിലെ എല്ലാ ആനകളും ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പുതുപ്പള്ളി കേശവൻ കൂടി എത്തുന്നതോടുകൂടി 2026 ഇത്തിത്താനം ഗജമേളയിലെ മുഴുവൻ ഗജരാജാക്കന്മാരും ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്തിത്താനം ഗജമേള ഉടനെ തന്നെ സമാരംഭിക്കുന്നു. ഈ ഗജമേളയിൽ 2026 ഇത്തിത്താനം ഗജരാജ സംഗമത്തില് 11 ഗജരാജാക്കന്മാർ അണിനിരക്കുന്ന ഇത്തിത്താനം ഗജമേളയിൽ ആമ്പാടി ബാലൻ, മുണ്ടയ്ക്കൽ ശിവനന്ദൻ, അരുണിമ പാർത്ഥസാരഥി, കീഴൂട്ട് വിശ്വനാഥൻ, വേണാട്ടുമറ്റം ഗോപാലൻകുട്ടി, ചിറക്കൽ ശബരിനാഥ്, പട്ടാമ്പി മണികണ്ഠൻ, അക്കരമേൽ മോഹൻ, ചൈത്രമച്ചു, ഉഷശ്രീ ശങ്കരൻകുട്ടി, പുതുപ്പള്ളി കേശവൻ എന്നീ 11 ഗജരാജാക്കന്മാരാണ് കേരളത്തിലെ അഭിമാന താരങ്ങളായിട്ടുള്ള
എണ്ണം പറഞ്ഞ 14 കൊമ്പനാനകൾ അണിനിരക്കുന്ന 2026 ഇത്തിത്താനം ഗജരാജ സംഗമം ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. ഇത്തിത്താനം ഗജമേള ഉടനെ തന്നെ സമാരംഭിക്കുന്നു. ആന കേരളത്തിലെ എണ്ണം പറഞ്ഞ 11 ഗജരാജാക്കന്മാർ എത്തിയ ഉത്സവപ്പറമ്പുകളിലും പൂരപ്പറമ്പുകളിലുമൊക്കെ ആസ്വാദക സഹസ്രങ്ങളുടെ ആസ്വാദക ലക്ഷങ്ങളുടെ ആവേശം വാനോളമുയർത്തിയ 11 ഗജരാജാക്കന്മാരാണ് 2026 ഇത്തിത്താനം ഗജമേളയുടെ ഭാഗമായി വിവിധ കാമ്പടി കുംഭകുട ഘോഷയാത്രയുടെ അവരോടൊപ്പം അകമ്പടി സേവിച്ചുകൊണ്ട് ഇവിടെ എത്തിയത്. ആമ്പാടി ബാലനും മുണ്ടക്കൽ ശിവനന്ദൻ, അരുണിമ പാർത്ഥസാരഥി, കീഴൂട്ട് വിശ്വനാഥൻ, വേണാട്ടുമച്ചൻ ഗോപാലൻകുട്ടി, ചിറക്കൽ ശബരിനാഥ്, പട്ടാമ്പി മണികണ്ഠൻ, അക്കരമേൽ മോഹൻ, ചൈത്രമച്ചു, ഉഷശ്രീ ശങ്കരൻകുട്ടി, പുതുപ്പള്ളി കേശവൻ എന്നീ 11 ഗജരാജാക്കന്മാർ അണിനിരക്കുന്ന 2026 ഇത്തിത്താനം ഗജമേള സമാരംഭിക്കുകയാണ്. ഈ ഗജമേളയിൽ ഏറ്റവും ഉയരമുള്ള ഗജരാജന്റെ പുറത്ത് സർവാഭരണ വിഭൂഷിതയായ പൊന്നിളങ്കാവിലമ്മയുടെ തങ്കത്തിളമ്പ് എഴുന്നള്ളിച്ചുകൊണ്ടുള്ള പ്രൗഢഗംഭീരമായ കാഴ്ച സ്ത്രീബലി എഴുന്നള്ളത്ത് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ സമാരംഭിക്കുകയാണ്. 2026 ഇത്തിത്താനം ഗജമേള സമാരംഭിക്കുകയാണ്. ഡോക്ടർ ഉണ്ണികൃഷ്ണനും അതുപോലെ തന്നെ ആനപരിപാലന രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നും റിട്ടയർ ചെയ്തിട്ടുള്ള ശ്രീ ആറന്മുള മോഹൻദാസ്, അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ശ്രീ തൃക്കൊടുത്താനം നടേശൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധരായ ഒരു ജഡ്ജിംഗ് ടീമാണ് നമ്മുടെ ഗജരാജാക്കന്മാരെ വിലയിരുത്തുന്നത്. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, ആറന്മുള മോഹനൻ, ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത ശ്രീ ആറന്മുള മോഹൻ, അതുപോലെ തിരുവിതാംകൂർ ദേവസ്വത്തിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ശ്രീ തൃക്കൊടുത്താനം നടേശൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു ജഡ്ജിംഗ് പാനലാണ് നമ്മുടെ ഗജമേളയുടെ വിധികർത്താക്കളായി ഇവിടെ എത്തിയിട്ടുള്ളത്. 2026 ഇത്തിത്താനം ഗജമേള സമാരംഭിക്കുകയാണ്. ഏത് ഗജരാജന്റെ പുറത്ത് ഇളങ്കാവിലമ്മയുടെ തങ്കത്തിളമ്പ് ഏറ്റും എന്നറിയുവാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കിയാവുകയാണ്. ഏത് ഘോഷയാത്രയോടൊപ്പം എത്തിയ ഗജരാജന്റെ പുറത്താണ് പൊന്നിളങ്കാവിലമ്മയുടെ തങ്കത്തിളമ്പ് ഏറ്റുക. അതുപോലെ തന്നെ ഗജരാജപട്ടം ഏത് ഗജരാജനാണ് ലഭിക്കുക എന്നൊക്കെ അറിയുവാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയാവുന്നത്. ഏറ്റവും ലക്ഷണമൊത്ത ഗജരാജന് നമ്മുടെ ക്ഷേത്രം തന്ത്രമുഖ്യൻ ബ്രഹ്മശ്രീ സൂര്യകാലടിമല സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാട് വകയായി സൂര്യകാലടിമല മഹാഗണപതി ദേവസ്ഥാനത്തിന്റെ ഗജരാജപട്ടം ബഹുമതിയിൽ സമ്മാനിക്കുന്നതാണ്. പട്ടികാട്ട് ദിവസത്തെ സേവാ ദീപാരാധന രാജ്യശ്രീബലി എന്നിവയ്ക്ക് തിടമ്പേറ്റുവാനുള്ള അവകാശം ലഭിച്ചിരിക്കുന്നത് പുതുപ്പള്ളി കേശവൻ. വലത്തേക്കൂട്ട് ഉഷശ്രീ ശങ്കരൻകുട്ടി, ഇടത്തേക്കൂട്ട് ചൈത്രം അശു. 2026 ഏർപ്പെടുത്തിയിരിക്കുന്ന ഗജരാജപട്ടത്തിന് അർഹമായിരിക്കുന്നത് 3 പേരുടെ ജഡ്ജ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ കീഴൂട്ട് വിശ്വനാഥനെ പ്രഖ്യാപിക്കുകയാണ്.